75ഓളം ഗ്ലാസ് ടാങ്കുകളിലായിട്ട് 50ഓളം വെറൈറ്റി ഫ്രഷ് വാട്ടർ ഓർണമെന്റൽ ഫിഷ് അടങ്ങുന്ന ഒരു ലോകമാണ് നമ്മുടെ നെയ്യാർ ഡാമിന്റെ തൊട്ടടുത്തുള്ള ഈ ഒരു അക്വേറിയം. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് നേരിട്ട് കിടത്തുന്ന ഈ ഒരു അക്വേറിയത്തിൽ ഇൻഡോജീനസ് ആയിട്ടുള്ള ഫിഷസിനെ നമുക്ക് കാണാം. ഫ്ലവർ ഹോൺ സിക്ലിഡ് എന്നാണ് കേട്ടോ ഈ ഒരു മീനിന്റെ പേര്. അടുത്ത് കാണുന്നത് സിൽവർ ഷാർക്കിനെയാണ്. 2011-12 റേഞ്ചിലാണ് കേട്ടോ ഈ ഒരു അക്വേറിയം തുറക്കുന്നത്. പക്ഷെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തേക്കുകയാണ്. ചെറിയ കുട്ടികളുമായിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ എപ്പോഴും കോമൺ ആയിട്ട് വളർത്തുന്ന ഏഞ്ചൽ ഫിഷ്, നെക്സ്റ്റ് റെയിൻബോ ഷാർക്കാണ്. ആ എൻഡ് ഭാഗത്തായിട്ട് കാണാം, പലയിടത്തുമായിട്ടുണ്ട്. പക്ഷെ ഇവയെല്ലാം ഇങ്ങനെ ഒളിഞ്ഞിരിക്കുകയാണ്. അറ്റ് എ ടൈം തൗസൻഡ്സ് ഓഫ് എഗ് ലേ ചെയ്യാൻ കഴിയുന്ന ഓസ്കാർ ഫിഷ്, പിന്നെ ബ്ലാക്ക് മോർ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫിഷാണ് ഇത്. പക്ഷെ വീട്ടിൽ എത്ര വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് സർവൈവ് ചെയ്യാറേ ഇല്ല. ഒന്നും വേറെ ഫിഷസ് വന്ന് മിക്കവാറും അറ്റാക്ക് ചെയ്യാറുണ്ട്. ഈ ഫിഷസിന്റെ എല്ലാം പ്രത്യേകതകൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അക്വേറിയം പരിപാലനം, ഇങ്ങനെയൊക്കെ കുറേയധികം നോട്ടീസ് ബോർഡ് വെച്ചിട്ടുണ്ട്. ദെൻ അലിഗേറ്റർ ഗാറ്, പാരറ്റ് ഫിഷ്. ഞാൻ കാണിച്ചിരുന്ന ആ ലാസ്റ്റ് നോട്ടീസ് ബോർഡിലെ ഏറ്റവും ലാസ്റ്റത്തെ പോയിന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പരിപാലിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് 10 മിനിറ്റെങ്കിലും ഇവർക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുക എന്നുള്ളത്. നമ്മൾ വീട്ടിൽ വളർത്തുവാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഒരു കെയറും പ്രസൻസും ഒക്കെ ഇവർക്ക് വേണം നമുക്കറിയാം. പക്ഷെ അതിന്റെ ഇമ്പോർട്ടൻസ് ഇത്രത്തോളം ഉണ്ടെന്ന് ആ ഒരു നോട്ടീസ് ബോർഡ് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ദെൻ ഇത് ടൈഗർ ഷാർക്കാണ്. പിന്നെ ചൈനീസ് കൾച്ചറിൽ ഒരുപാട് പ്രോസ്പെരിറ്റിയും ലക്കും ഒക്കെ കൊണ്ടുവരുന്നു വിശ്വസിക്കുന്ന ഒരു ഫിഷാണ് ഈ കാണുന്ന ആരോവാണ്. കുറച്ച് മുന്നോട്ട് നീങ്ങുമ്പോഴത്തേക്ക് വാൾസ് കർവ്ഡ് ഷേപ്പ് വന്നേക്കുകയാണ്. അതേപോലെ തന്നെ ഫിഷസിന്റെ പെയിന്റിങ്സും കൊടുത്തിട്ടുണ്ട്. വാട്ടർ സർഫസിന്റെ മുകളിലായിട്ടാണ് ഈ ടാങ്ക് ഇരിക്കുന്ന സ്ട്രക്ചേഴ്സ് പണിത് വെച്ചിട്ടുള്ളത്. ഇതിന്റെ ജസ്റ്റ് എബോ സൈഡ് കാണിച്ചു തരാം. കണ്ടോ, കുറേയധികം അക്വേറിയം വെക്കുന്നതോ അതിനകത്ത് കുറേയധികം ഫിഷസിനെ സെറ്റ് ചെയ്യുന്നൊക്കെ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇത്രയും ഇയേഴ്സ് ആയിട്ടും ഇതിനെ ഇത്രയും വെൽ മെയിൻറ്റെയിൻ ആയിട്ട് കൊണ്ടുപോകുന്നതാണ് എനിക്കിവിടെ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത്. കയറുന്നതിന് മുമ്പ് കരുതിയിരുന്നത് മേ ബി ഗ്ലാസസിലൊക്കെ ആൽഗയും കാര്യങ്ങളും ഉണ്ടാവും, ഇടയ്ക്ക് ചത്ത ഫിഷിനെ കാണാൻ കഴിയും, ആ ഒരു ഓക്സിജൻ സപ്ലൈ ഒന്നും അത്ര പ്രോപ്പർ ആയിരിക്കില്ല എന്ന്. പക്ഷെ അതൊന്നും അല്ല കേട്ടോ. ഇത് നമ്മുടെ പരൽമീനാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഫിഷസ് ഇവിടെ കാണാമെന്ന്. നമ്മൾ ഈ ജനലിന്റെ ഔട്ട് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാട്ടർ സർഫസും അതിനകത്തുള്ള ഫിഷസിനെയും നമുക്ക് കാണാൻ കഴിയും. നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ താഴ്ഭാഗത്തായിട്ട് വാട്ടർ സർഫസ് വരുന്നത്. ഇത് പോയേക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ഔട്ട്സൈഡിലോട്ടാണ് പോയേക്കുന്നത്. നമ്മൾ നടക്കുന്ന ഈ ഒരു ഫ്ലോർ എന്ന് പറയുന്നത് ഇതിൻ്റെ അടിയിലൂടെ പോയേക്കുന്ന ഈ വെള്ളം ഔട്ട്സൈഡിലും ഈ ഒരു ഫൗണ്ടേഷനകത്ത് റൗണ്ട് ചെയ്ത് ഇതിനോട് ചുറ്റും 3 സൈഡിലായിട്ട് നമുക്ക് കാണാം. 3 or 4 സൈഡ് നമുക്ക് കാണാം. എനിക്ക് ഫിഷസിനെ വളർത്തുന്നത് വളരെയധികം ഇഷ്ടമാണ്. ഞാൻ വളർത്തിയിട്ടുണ്ടായിരുന്ന മറ്റൊരു ഫിഷായിരുന്നു ടിൻഫോയിൽ. ഇതിന് കാണുന്നതിനേക്കാളും ഒരു 2-3 ഇരട്ടിയോളം വലിയ ടിൻഫോയിലായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. പക്ഷേ അത് മരിച്ചുപോയി. ഇത് കാണാനായിട്ട് മാത്രം വരുന്നത് നിങ്ങൾക്ക് വർത്തിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നായിരിക്കും ഞാൻ പറയുന്നത്. കാരണം ദൂരയിൽ നിന്ന് വലിയൊരു ചാർജ് കൊടുത്ത് ഇത് മാത്രമായിട്ട് കാണാൻ വരുന്നത് അത്ര ഓക്കെ ആയിരിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് നെയ്യാർ ഡാം കാണാം, റിസർവോയർ കാണാം, അതിൻ്റെ സറൗണ്ടിങ്സും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് ഇവിടേക്ക് കയറുന്നത് 100% നിങ്ങൾക്ക് വേർത്തി തന്നെ ആയിരിക്കും. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ജസ്റ്റ് 25 റുപ്പീസ് മാത്രമേ അഡൽറ്റിനുള്ളൂ. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിനും ഒക്കെ ഒരുപാട് കൺസെഷനും ഉണ്ട്. ഞാനിങ്ങനെ കണ്ടു തുടങ്ങിയപ്പോൾ വിചാരിച്ചു ജസ്റ്റ് കുറച്ചേ ഉള്ളൂ, പെട്ടെന്ന് തീരും എന്നാണ്. പക്ഷെ നമുക്ക് കുറേ അധികം കാണാനുണ്ട് കേട്ടോ. ക്യാറ്റ് ഫിഷ് ആണിത്. ദെൻ ഇതിൻ്റെ ഔട്ട് സൈഡ് വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു 3 സൈഡ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതാണ്. ഇത് പുറത്തൂടെ നമുക്ക് നടക്കുമ്പോഴും ഇത് വൃത്തിക്ക് കാണാൻ പറ്റും. ഞാനത് ലേറ്റർ കാണിച്ചു തരാം. ഇത് കരിമീന്. ഇൻഡിജിനസ് ഫിഷസ് ഉണ്ടായിരിക്കുമ്പം എന്തായാലും നമ്മുടെ കരിമീനെ ഉൾക്കൊള്ളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. 2 സ്റ്റോറി ബിൽഡിംഗ് ആണെന്ന് എനിക്ക് അറിയത്തില്ല. ലെഫ്റ്റ് സൈഡിൽ പോയേക്കുന്ന ആ വാട്ടർ തന്നെ കേട്ടോ റൈറ്റ് സൈഡിലോട്ട് പോയിട്ടുണ്ട്. ഇത് ഔട്ട് സൈഡിലോട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. റൂട്ട് ഫ്ലോർ ഈ ഒരു വാട്ടർ സർഫസ് ഇല്ല, കുറച്ചൊരു ഏരിയയിൽ മാത്രം. ഇത് ഔട്ട് സൈഡിൽ പോകുമ്പോൾ കൃത്യമായിട്ട് കാണാം. ഞാനത് ലേറ്റർ കാണിക്കാം. എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് ഈ ഒരു കൺസ്ട്രക്ഷൻ ആണ് കേട്ടോ. ഈ ഒരു അക്വേറിയം മൊത്തത്തിൽ നടന്ന് കണ്ടതിനേക്കാൾ ആ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റൈലാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇത് വാക്കിംഗ് ക്യാറ്റ് ഫിഷ്. നമ്മൾ നേരത്തെ കണ്ടത് റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷ് ആണ്. അറ്റ്മോസ്ഫിയറിലുള്ള എയറിനെ എടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിന്റെ വലിയൊരു പ്രത്യേകത. പേര് പോലെ തന്നെ ഈ ഒരു ലാൻഡിൽ കൂടെ നടക്കുകയല്ല, പക്ഷെ ഇങ്ങനെ മൂവ് ചെയ്യാനായിട്ട് ഇതിന് സാധിക്കും. ഇതെല്ലാവർക്കും പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളുടെ കോയിക്കാർപ്പാണ്. ഓൾമോസ്റ്റ് എല്ലാ ഫിഷസിനെയും നമ്മൾ കേട്ടിട്ടുള്ളവർ കണ്ടിട്ടുള്ളവ തന്നെയാണ്. വളരെ റെയർ ആയിട്ടുള്ള ഫിഷസ് മാത്രമേ ഉള്ളൂ നമ്മൾ അധികം കണ്ടിട്ടില്ല. സോഫ്റ്റ് ഷെൽ ടർട്ടിലാണ്. നമ്മുടെ നക്ഷത്ര ആമയൊക്കെ കൂട്ട് നമ്മൾ കൈവശം വെക്കുവാണെങ്കിൽ ഒഫൻസീവായിട്ടുള്ള ഒരു ആമയാണിത്. ഹിന്ദു മഹാനദി എല്ലാത്തിലും കാണപ്പെടുമെങ്കിലും ഏറ്റവും കൂടുതൽ ഗംഗയിൽ കാണപ്പെടുന്നതുകൊണ്ടാണ് ഈ ഒരു പേര് വന്നേക്കുന്നത്. ഇവര് ചെറിയ ഫിഷസിനൊക്കെയാണ് ഫീഡ് ചെയ്യുന്നതെന്ന് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ചെറിയ ഫിഷസ് ഒക്കെ ഇതിനകത്ത് ഓൾറെഡി കിടപ്പുണ്ട്. മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ചധികം ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഫിഷാണ് എംബ്യൂണ സിക്ലിഡ്. ഇതൊരു ഹെർബിവോറസ് ഫിഷാണ്. പ്ലാന്റ്സ് മാത്രമേ കഴിക്കത്തുള്ളൂ. അതുപോലെ കുറേയധികം റോക്ക് പൈൽസ് വേണം ഇതിന്റെ ഒരു സറൗണ്ടിങ്സ് എന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ നോർമലി ആയിരുന്നു കിടന്നിരുന്നത്. ദെൻ നെക്സ്റ്റ് ഉള്ളത് നമ്മളുടെ സീബ്ര ഫിഷ്. ഈ ഒരു സീബ്ര ഫിഷും പിന്നെ അടുത്ത കാണിക്കുന്ന ഈ ഒരു റോസി ബാബ് ഇതും വീട്ടിലുണ്ടായിരുന്നു. അടുത്തത് ബ്രോൺസ് ഫെദർ ബാക്ക് എന്ന് പറഞ്ഞൊരു ഫിഷാണ്. ഇതിന്റെ കുറേ അധികം ഞാൻ വീഡിയോ എടുക്കാനായിട്ട് നോക്കി. പക്ഷേ ഇത് ആ ഒരു ഫിൽറ്ററിന്റെ ബാക്കിലായിട്ട് പോയി ഒളിച്ചിരിക്കുകയാണ്. ഇൻഡിജിനസ് ഒരു ഫിഷ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ദെൻ ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ള പല ഫിഷസും പിന്നീട് വരുന്ന അക്വേറിയത്തിൽ വീണ്ടും റിപ്പീറ്റഡ്ലി നമ്മൾ കാണുന്നുണ്ട്. മേ ബി ഇതിനകത്ത് കടന്ന ഫിഷസ് മരിക്കുമ്പോൾ ഇവർ മറ്റേതിനകത്തുനിന്ന് പിടിച്ചുകൊണ്ടിരുന്നതായിരിക്കാം. ദെൻ ഫ്രഷ് വാട്ടർ ലോബ്സ്റ്റർ. ഇത് ഒരുപാട് വളരില്ല. അക്വേറിയത്തിലായതുകൊണ്ട് ഇതിനെ ചെറിയൊരു സൈസ് മാത്രമേ വരത്തുള്ളൂ. ചെറാക്സ് എന്ന് പറയും. ഒരു 2-3 ഇയേഴ്സ് മാത്രമേ ഇതിന്റെ
ഫാനുള്ള കേട്ടോ. നെക്സ്റ്റ് സോട്ടയിലാണ്. എൻ്റെ കയ്യിൽ ഈ ഒരു ഫിഷ് ഉണ്ടായിരുന്നു. നമ്മുടെ ഗപ്പിയൊക്കെ പോലെ ഒരുപാട് ആൾക്കാർ അങ്ങനെ വളർത്തുന്ന ഒരു ഫിഷ് അല്ല ഇത്, പക്ഷേ ഇത് ഒരുപാട് ബ്രീഡ് ചെയ്യും. ഗപ്പിയെ പോലെ തന്നെ ഒരുപാട് ബ്രീഡ് ചെയ്യുന്ന ഒരു ഫിഷാണ്. ദെൻ അരാപ്പയമ്മ, ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ചെറിയ അരാപ്പയമ്മ ഇതായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ഷവൽ നോസ് എന്ന് പറഞ്ഞ ഒരു ക്യാറ്റ് ഫിഷ് കൂടിയുണ്ട്. ഇത് പേര് പോലെ തന്നെ എൻ്റെ ഭാഗം ഒരു ഷവലിൻ്റെ ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. എനിക്ക് അത്ര ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫിഷ് അല്ല, ഞാൻ അധികം ഇതിനെ അങ്ങനെ കണ്ടിട്ടില്ല. ക്യാറ്റ് ഫിഷ് ഉണ്ട്, പക്ഷേ ഷവൽ ഫേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിഷ് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നമ്മളുടെ കോമൺ ആയിട്ട് കേരളത്തിൽ ഇപ്പോൾ എല്ലാവരും വളർത്തുന്ന ഈ ഒരു അലിഗേറ്റർ ഗാർ 100 മില്യൺ ഇയേഴ്സിന് മുമ്പ് പോലും കാണപ്പെട്ടിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു ഫിഷാണ് കേട്ടോ ഈ ഒരു അലിഗേറ്റർ ഗാർ. പേര് പോലെ തന്നെ അലിഗേറ്ററിന്റെ ഒരു ഷേപ്പാണ് ഇതിന് വരുന്നത്. ക്രൊക്കഡൈൽ ആൻഡ് അലിഗേറ്റർ ഡിഫറെന്റ് ആണെന്ന് അറിയാമല്ലോ. പിന്നെ നമ്മളുടെ കോമൺ ആയിട്ടുള്ള ഗപ്പി ഉണ്ടായിരുന്നു. ഇവിടെ വന്നതിൽ എനിക്ക് ഏറ്റവും അധികം അതിശയം തോന്നിയൊരു ഫിഷ് എന്ന് പറയുന്നത് ഈ പിരാനയാണ്. ഞാൻ ഇതുവരെ പിരാനയെ കണ്ടിട്ടില്ല, പക്ഷെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് പിരാനയെ ഒരുപാട് അക്വേറിയം ഷോപ്പുകളിൽ വിൽക്കുന്നുണ്ട്. കേരളത്തിൽ ഇതിനെ വളർത്തുന്നത് ത്രെറ്റാണ്. കാരണം ഇത് നമ്മുടെ നാടൻ മത്സ്യങ്ങളെയൊക്കെ ഒരുപാട് സ്പ്രെഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കൊല്ലുകയൊക്കെ ചെയ്യും. ബാൻഡ് ആയിരുന്നു എങ്കിലും ഒരുപാട് ആൾക്കാർ ഗവൺമെൻറ് ഒന്നും അറിയാതെ തന്നെ ഇതിനെ വളർത്തിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലഡ് വന്ന സമയത്ത് ഇത് ഒരുപാട് ലേക്കുകളിലേക്കൊക്കെ എത്തുകയും സ്പ്രെഡ് ആവുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാരും ഇതിനെ അങ്ങനെ കണ്ടിട്ടുണ്ടാവത്തില്ലായിരിക്കും. എനിക്കറിയില്ല, എന്തായാലും ഞാൻ ഫസ്റ്റ് ടൈമാണ് പിരാനയെ കാണുന്നത്. നെയ്യാർ ഡാമിൽ ഒരുപാട് വിസിറ്റേഴ്സ് വരുമെന്നുണ്ടെങ്കിലും ഈ ഒരു അക്വേറിയം മിസ് ചെയ്തിട്ടാണ് പലരും പോകുന്നത്. കുറേ പേർക്ക് ഇതിവിടെ ഉണ്ടെന്ന് അറിയത്തില്ല. കുറേ പേരും ഒക്കെ ജസ്റ്റ് ഒരു അക്വേറിയം അല്ലേ കാണണ്ടെന്ന് കരുതിയിട്ട് പോകുന്നുണ്ടായിരിക്കും. പക്ഷേ 25 റുപ്പീസിന് ഇതിൻ്റെ എൻട്രി ഫീ ജസ്റ്റ് 25 റുപ്പീസ് മാത്രമാണ്. അതിന് 100% ഇത് വെർത്താണ്. നിങ്ങൾ ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ റിസർവോയറും ഡാമും ഒക്കെ കാണാനായിട്ട് നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ 100% വെർത്താണ്. കാണണ്ട പോവാ എന്നാണ് കരുതിയത്. പക്ഷേ എനിക്ക് ടൈം ഉണ്ടായിട്ട് മാത്രമാണ് ഞാൻ ഇവിടെ കയറിയത്. നമ്മൾ പല എക്സ്പോയ്ക്കും പോകുമ്പോൾ കാണുന്നതിൻ്റെ 10% പോലും ഇവിടെ വെറൈറ്റീസ് ഓഫ് ഫിഷസ് ഉണ്ട് എന്ന് എനിക്ക് ഡൗട്ടാണ്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ നെയ്യാർ ഡാമിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ കയറാം. ഞാനൊരു സിവിൽ എഞ്ചിനീയർ കൂടി ആയതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് ഈ ഒരു 2 സ്റ്റോറി ബിൽഡിങ്ങിൻ്റെ ആ ഒരു വർക്കും അത് കൺസ്ട്രക്ഷൻ ചെയ്തേക്കുന്ന സ്റ്റൈലും എല്ലാം കൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നോട്ട് ഓൺലി ഫിഷ്, ആ ഒരു ഫിഷിന് മാത്രമല്ല ഞാൻ എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. മേ ബി അതുകൊണ്ടും കൂടി ആയിരിക്കാം എനിക്ക് ഇഷ്ടപ്പെട്ടത്. നമ്മൾ ഇവിടുന്ന് എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് ബാക്ക് സൈഡിലായിട്ട് കുറേ ടാങ്കുകൾ ഇങ്ങനെ കോൺക്രീറ്റ് ടാങ്ക്സ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ ബ്രീഡ് ചെയ്യുന്നിടമായിരിക്കാം. ഡാമിൻ്റെ പരിസരം ആയതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല ശക്തമായിട്ടുള്ള കാറ്റും നമുക്ക് കിട്ടും കേട്ടോ ഇവിടെ നിന്ന്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എക്സിറ്റ് വരുമ്പോഴത്തേക്ക് നമ്മളുടെ അകത്ത് കണ്ട ആ ഒരു വാട്ടർ സർഫസ് ഇങ്ങനെ താഴെ കൂടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ, അതാണ് ഈ കാണുന്നത്. അതിനകത്ത് കൂടുതലും കോയി കാർപ്പിനെയാണ് കേട്ടോ വളർത്തിയേക്കുന്നത്. പല കളറിലുള്ള കോയി കാർപ്പാണ് മോസ്റ്റ്ലി കാണുന്നത്. വേറെ ഫിഷസും ഉണ്ട്. ഇത് ഒരു സൈഡാണ്. ഇനി ഇവിടുന്ന് നമ്മൾ മൂവ് ചെയ്ത് ഇങ്ങനെ റൗണ്ട് ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഇൻസൈഡ് കണ്ട ആ ഒരു കർവ്ഡ് വാളാണ്. ഔട്ട്സൈഡ് വരുമ്പോഴത്തേക്ക് അത് റോക്ക് വെച്ചിട്ടാണ് അത് ചെയ്തേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ അടുത്ത ഒരു കോർണറാണ്. ഇവിടെയും നമ്മൾ ഇങ്ങനെ പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്ക് ഇത് ജസ്റ്റ് ഒരു ടാങ്ക് പോലെയൊക്കെ തോന്നത്തുള്ളൂ. പക്ഷേ ഇത് അകത്തോട്ട് പോയേക്കാണ്. താറാവും ഉണ്ട് കേട്ടോ. താറാവൊക്കെ ഇതിനകത്തൂടെ നീന്തി ഇങ്ങനെ കളിക്കുന്നത് കാണാം. നല്ല രസമാണ്. മിൽക്കി കാർപ്പുകളെ കാണാം. വീഡിയോയിൽ കാണുമ്പം ചെറുതായിട്ട് തോന്നിക്കും, പക്ഷേ ഇത് അത്യാവശ്യം വലിയ ലാർജ് സൈസാണ്. ആ ഒരു താറാവിനെ നോക്കി നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും ലാർജ് സൈസ്ഡ് ആയിട്ടുള്ള കോയിക്കാർപ്പാണ് കൂടുതലും. ചെറിയ ചെറിയ വാട്ടർ ഫൗണ്ടെയിൻ, അതുപോലെ തന്നെ എയറേഷൻ എല്ലാം നല്ല രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഇതുകൂട്ട് വാട്ടർ സർഫസ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം നല്ല ക്ലീൻ ആയിട്ട് ഇട്ടേക്കാണ്. ചെറിയൊരു ഇലയോ വേസ്റ്റോ പോലും ഇവിടെ കാണാനായിട്ട് കഴിയത്തില്ല. സോ അത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ, അക്വേറിയത്തിന്റെ വിശേഷങ്ങൾ. നമ്മൾ സിസ്റ്റത്തെയും ഗവൺമെന്റിന്റെയും പല കാര്യങ്ങളിൽ കുറ്റം പറയുമെങ്കിലും ഏത് ഗവൺമെന്റ് ആണെങ്കിലും അവരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണമല്ലോ. സോ അവിടെ നിന്ന് ഞാൻ എക്സിറ്റ് ആയി. പിന്നെ നമ്മളുടെ ബ്രിഡ്ജിൻ്റെ അടുത്ത് വന്നിട്ട് താഴെ ആ ഒരു വാട്ടറിൻ്റെ കറണ്ട് ആ ഒരു ഫോഴ്സ് നോക്കിയിട്ട് അവിടെ കുറേ നേരം നിന്നിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നിന്ന് നോക്കുമ്പോഴും നമുക്ക് ഡാമും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ കാണാം. ഇവിടെ നിന്ന് നമ്മൾ തിരിച്ച് ബസ് സ്റ്റോപ്പിൽ വരുവാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ നമുക്ക് ഡയറക്റ്റ് ട്രിവാൻഡ്രത്തോട്ടുള്ള ബസ്സും കിട്ടും. സോ വളരെ എളുപ്പമാണ് ഇവിടെ വന്ന് ജസ്റ്റ് ഒറ്റയ്ക്കായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് വന്നിട്ട് കണ്ടുപോകാനായിട്ട് വളരെ എളുപ്പമാണ്. സോ അത്രയേ ഉള്ളൂ.